കുഞ്ഞുങ്ങളെ വളർത്തുവാൻ പൊതുവായുള്ള മാർഗനിർദ്ദേശികകൾ ഇല്ല. ദൈവം അവരിൽ വെച്ചിരിക്കുന്ന വിശേഷ ലക്ഷണങ്ങൾക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുകയാണ് വേണ്ടത്. ഓരോ കുഞ്ഞിൻ്റെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവരെ അഭ്യസിപ്പിക്കുന്ന മാതാപിതാക്കളാകുന്നു യഥാർത്ഥ ജ്ഞാനമുള്ളവർ. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വന്ദനമറിയിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയുമാകുന്നു നല്ലത് എന്ന് ശലോമോൻ തിരിച്ചറിഞ്ഞുവെന്ന് നാം അവിടെ കണ്ടു. വളരെ സമ്പന്നനായിരുന്ന ശലോമോൻ്റെ അനുഭവസാക്ഷ്യമാണിത്. ദൈവവിഷയമായി സമ്പന്നനായി തീരുവാൻ കഴിയാതെ പോയ ധനവാനായ ഒരു മനുഷ്യൻ്റെ ഉപമ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ. തുടർന്നും നമുക്ക് ചിന്തിക്കാം. സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് അവർ മൂലം ദുഃഖം അനുഭവിക്കുന്ന അനേക മാതാപിതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ മക്കൾ യഹോവ നൽകുന്ന അവകാശവും പ്രതിഫലവുമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവരെ ദൈവഹിതത്തിൽ വളർത്തുന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 4 മുതൽ 23-ാം അധ്യായം വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 21-ാം അധ്യായവും 22-ാം അധ്യായത്തിൻ്റെ 3 വരെയുള്ള വാക്യങ്ങളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 22-ാം അധ്യായത്തിൻ്റെ 4 മുതൽ മുൻപോട്ട് നമുക്ക് പഠിക്കുവാൻ ആരംഭിക്കാം. 22-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ എന്നോടൊപ്പം നിങ്ങളും കൂടി ശ്രദ്ധിച്ചാട്ടെ. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. വക്രൻ്റെ വഴിയിൽ മുള്ളും കുടുക്കുമുണ്ട്. തൻ്റെ പ്രാണനെ സൂക്ഷിക്കുന്നവൻ അവയോട് അകന്നിരിക്കട്ടെ. വിജയകരമായൊരു ജീവിതത്തിൻ്റെ രഹസ്യമാകുന്നു യഹോവ ഭക്തി. യഹോവയെ ഭയമില്ലാത്തതാണ് ബുദ്ധികേടിനും പരാജയങ്ങൾക്കും കാരണം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം യഹോവയോടുള്ള ഭക്തിയാകുന്നു എന്ന് ശലോമോൻ അസന്നിഗ്ധം പറഞ്ഞിരിക്കുന്നു. യഹോവയെ ഭയപ്പെടുക. യഹോവയെ ഭയപ്പെടുക എന്നാൽ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്നും ഉടലെടുക്കുന്ന ബഹുമാനം ആകുന്നു. അത് വേറെ വിധത്തിൽ പറഞ്ഞാൽ ശരി ചെയ്യുവാനുള്ള പ്രോത്സാഹനം യഹോവ ഭക്തി കൊണ്ടാണ്. തെറ്റ് ചെയ്യുവാനുള്ള ഭയവും യഹോവയെ ഭയമുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഇനിയും 6-ാം വാക്യം നമുക്കൊക്കെ സുപരിചിതമായ ഒരു വാക്യമാണല്ലോ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു കുട്ടി നടക്കേണ്ടുന്ന വഴിയിൽ നാം അവനെ അഭ്യസിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ ശലോമോൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കുട്ടി നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ട്. മാതാപിതാക്കൾ ആ വഴി കണ്ടുപിടിക്കണം. അവൻ ഏത് വഴിയിൽ കൂടി പോകണമെന്ന് അവർ ചിന്തിക്കുന്നത് പോലെ അവർ കുട്ടിയെ വളർത്തരുത്. പിന്നെയോ അവനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ അവനെ വളർത്തണം. എല്ലാ കുട്ടിയും വ്യത്യസ്തരാണ്. ഒരു കുട്ടി ദൈവവഴികൾ തിരഞ്ഞെടുക്കുവാൻ മാതാപിതാക്കളായി നാം അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് മനുഷ്യൻ്റെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ദൈവവചനത്തിൽ അടിയുറച്ച ഒരു ദൈവ പൈതൽ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല എന്നാണ് അർത്ഥം. ഞാൻ ഇനി 13-ാം വാക്യത്തിലേക്കാണ് വരുന്നത്. 13-ാം വാക്യം എടുത്താട്ടെ. വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന് മടിയൻ പറയുന്നു. ഇവിടെ ഇതാ വീണ്ടും മടിയനായ മനുഷ്യൻ. ഈ വാക്യത്തിൽ ഒരു ഫലിതവും നാം കാണുന്നുണ്ട്. മടിയനായ മനുഷ്യർ മുഴുവൻ ഉപാധികളാണ് പറയുന്നത്. വെളിയിൽ ഭയങ്കര തണുപ്പാണ്, പോയി യാതൊരു പണിയും ചെയ്യുവാൻ വയ്യ എന്ന് അങ്ങനെയുള്ളവർ പറയുന്നു. ഇവിടെ തന്നെ കാണുന്ന ഉപാധി ശ്രദ്ധിച്ചേ, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന്.
ഈ ഉപാധി അബദ്ധമായി തോന്നാം, എന്നാൽ അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഉപാധികൾ മറ്റുള്ളവർക്ക് തോന്നാറുള്ളത് എന്ന കാര്യം നാം വിട്ടുകളയരുത്. നാം എന്തെങ്കിലും ഉപാധി പറഞ്ഞ് രക്ഷപ്പെടുവാനായി ശ്രമിക്കുന്നില്ലേ? താങ്കളുടെ ഉദാസീനതയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കാതെ ഉത്തരവാദിത്തങ്ങളെ ഗൗരവമായി കണ്ട് പണിയെടുക്കുക. ഏതൊരു ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിന് ആവശ്യം പോലെ തടസ്സങ്ങൾ കണ്ടു എന്ന് വന്നേക്കാം. ഉപാധികളിൽ കടിച്ച് ഞാൻ നിന്നാൽ യാതൊന്നും ചെയ്യുവാൻ നമുക്ക് സമയം കിട്ടത്തുമില്ല, കഴിയുകയുമില്ല. ഏത് ഭീതിപ്പെടുത്തുന്ന സാഹചര്യത്തെയും നാം അഭിമുഖീകരിച്ച് നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റിയേ മതിയാകൂ. ഇനിയും 15-ാം വാക്യം നോക്കിക്കാട്ടെ. ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതുമായുള്ള ബന്ധത്തിൽ ഇവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതിനാണ് ഇത് ആവർത്തിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ശിക്ഷണം ആവശ്യമാണ്. തക്കതായ ശിക്ഷണം കുട്ടിയെ കോപിപ്പിക്കുന്നതിനായി ഇടയാക്കുകയില്ല. നമ്മുടെ കോപം കളയുവാൻ ഉള്ള ഒരു മാർഗമായിരിക്കരുത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത്. ശരിയായ ശിക്ഷണം തൻ്റെ ഭോഷത്വത്തെ അതിജീവിക്കുവാൻ കുട്ടിയെ സഹായിക്കും. ഇനി ഞാൻ 24-ാം വാക്യത്തിലേക്ക് വരികയാണ്. 24, 25 വാക്യങ്ങൾ. കോപശീലനോട് സഖിത്വമരുത്, ക്രോധമുള്ള മനുഷ്യനോടുകൂടെ നടക്കുകയുമരുത്. നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിൻ്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത്. നാം ആരുടെ കൂട്ടത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുമോ സാധാരണ അവരെപ്പോലെ നാമും ആകുവാനാണ് സാധ്യത. പ്രത്യേകിച്ചും ഒരാളിലുള്ള മോശ സ്വഭാവങ്ങൾ നമ്മിൽ കയറിപ്പറ്റും. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ദൈവവചനം പ്രത്യേകം പറയുന്നു. താങ്കളുടെ ജീവിതത്തിൽ എപ്രകാരത്തിലുള്ള സ്വഭാവമാണോ ഉണ്ടായി കാണുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്, ആ വിധത്തിലുള്ള സ്വഭാവമുള്ളവരെ കൂട്ടുകാരായി എടുക്കുക. ജീവിതത്തിൽ ചിട്ടയും ആദർശവുമൊക്കെ ഉള്ളവരെ കൂട്ടുകാരായി കാണുക. അവരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുക. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിൻ്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവൻ അവർക്കൊരു ദേശം നൽകി, വാഗ്ദത്ത ദേശം. ആ ദേശത്ത് ഓരോ ഗോത്രത്തിനും പ്രത്യേകം സ്ഥലങ്ങൾ വിഭാഗിച്ചു കൊടുത്തു എന്നത് നാം യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. അതുമാത്രമല്ല, ഓരോ ഗോത്രത്തിനുമുള്ള ഓരോ കുടുംബത്തിനും പ്രത്യേകം സ്ഥലം വിഭാഗിച്ചു കൊടുത്തിരുന്നു. തങ്ങൾക്കുള്ള സ്ഥലത്തിന് അതിരിട്ട് സൂക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയായിരുന്നു. ഈ അതിർ സാധാരണ കല്ലുകളെ കൊണ്ടാണ് അടയാളപ്പെടുത്തിയിരുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ, അതിര് കല്ലുകൾ അഥവാ സർവേ കല്ലുകൾ. ഓരോരുത്തരുടെയും വസ്തുവിൻ്റെ അതിർ നിശ്ചയിച്ചിരുന്ന ആ കല്ലുകൾ ഞാൻ എൻ്റെ വസ്തുവിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പ് വരുത്തുന്ന അവസ്ഥ. ദൈവം ഇസ്രായേലിന് അവരുടെ അതിരുകളെ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ കൈവശമാക്കുവാനിരിക്കുന്ന നിൻ്റെ അവകാശത്തിൽ പൂർവികന്മാർ വെച്ചിരിക്കുന്ന കൂട്ടുകാരൻ്റെ അതിർ നീക്കരുത്. ഈ അതിരുകൾ തലമുറയായി ഇട്ടിരുന്നവയും വളരെ പ്രധാനപ്പെട്ടവയുമായിരുന്നു. ഒരു വീട്ടിൽ പ്രായമായ 2 പേർ മാത്രമുള്ളപ്പോൾ അവരുടെ അയൽക്കാർ അവരുടെ അതിര് മാറ്റി തങ്ങളുടെ വസ്തുവിന് കൂടുതൽ വിസ്താരം വരുത്തി. അപ്രകാരത്തിലുള്ള സംഗതികൾ അനുവദനീയമല്ല എന്ന് ദൈവം പറയുന്നു. അങ്ങനെ ചെയ്യുന്നത് സത്യസന്ധതയില്ലായ്മയാകുന്നു എന്നത് തീർച്ചയാണ്. നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും ഈ അതിര് വഴക്ക് സർവ്വസാധാരണമാണല്ലോ. ഇപ്പം കുറഞ്ഞെന്ന് തോന്നുന്നു, കൂടുതലും ആളുകൾ പട്ടണത്തിലാണല്ലോ താമസിക്കുന്നത്. എന്നാലും വഴക്കുണ്ട്. ഒരല്പം നിലത്തിന് വേണ്ടി എന്തെല്ലാം ബഹളങ്ങളാണ്. മറ്റുള്ളവരുടെ അതിർ മാറ്റുന്നവനെ പോലെ കൊള്ളരുതാത്തവൻ മറ്റാരുമില്ല. എന്തൊക്കെ ന്യായവാദം ഉന്നയിച്ചാലും അതിർ മാറ്റുന്നത് ന്യായീകരിക്കുവാൻ കഴിയില്ല. ദൈവവചനം ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. നാം മറ്റൊരാളുടെ അതിരിനെ മാനിക്കുന്ന വ്യക്തിയായിരിക്കണം. ഇനിയും മറ്റൊരാളുടെ വസ്തുവിലേക്ക് ശല്യമുണ്ടാകുന്ന വിധത്തിൽ വൃക്ഷങ്ങളും മറ്റും എൻ്റെ അതിരിനകത്ത് നട്ടുപിടിപ്പിക്കുന്നതും തെറ്റാണ്. ഈ കാര്യത്തിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും ഇതിനൊരു ആത്മീക അർത്ഥം കൂടി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയുമ്പോൾ വെറും അല്പനായി പോയി എന്ന് താങ്കൾ കരുതിയേക്കാം. സാരമില്ല, ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ കരുതിയാലും ഈ നാളുകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകൾ മാറ്റിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു.
ആദ്യം അത് ആധുനിക ദൈവശാസ്ത്രം എന്ന പേരിൽ മാറ്റി. ഇപ്പോൾ അത് നവീകരണ ദൈവശാസ്ത്രം ആയിത്തീർന്നിരിക്കുന്നു. അവർ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം മാറ്റിയിരിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നതിൽ നിന്നും ഇവർ ദൂരെ മാറിപ്പോയിരിക്കുന്നു. തങ്ങൾക്ക് തോന്നിയതുപോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ അവർ തത്രപ്പെടുന്നു. ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പഠിപ്പീരുകൾ. അവർ പറയുന്നത് ഈ പഴയ അതിർ അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലത്ത് പഠിപ്പിച്ചിരുന്ന ഉപദേശങ്ങൾ ഈ കാലത്തേക്ക് യോജിക്കുന്നതല്ല. ഇത്രയധികം നാം പഠിപ്പുള്ളവർ ആയിരിക്കുന്ന ഈ കാലത്ത് ദൈവവചനത്തിൻ്റെ ദൈവാത്മപ്രേരിതത്വവും അതുപോലെയുള്ള കാര്യങ്ങളും ആരാണ് വിശ്വസിക്കുവാൻ പോകുന്നത്? ദൈവവചനം തെറ്റില്ലാത്തതാകുന്നു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നമുക്ക് അത് ഇല്ലാതെ തന്നെ മുൻപോട്ട് പോകാവുന്നതാണ് എന്നാണ് ഈ കൂട്ടർ വാദിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല, അതും ഇല്ലാതെ കഴിയാവുന്നതാണ് എന്ന് ഈ കൂട്ടർ പഠിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? ക്രിസ്തീയ വിശ്വാസത്തെ പ്രത്യേകമായി എടുത്ത് കാണിക്കുന്ന ഈ ഉപദേശങ്ങൾ ഇന്നൊട്ടനേകം സഭകളും കഴുകിക്കളഞ്ഞിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? കാലോചിതമായ ചിന്താഗതിയിൽ ഉയർന്നു വരുവാൻ, പഴഞ്ചനല്ലെന്ന് കാണിക്കുവാൻ. അതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് അതിര് പൊളിച്ചു മാറ്റുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ദൈവവചനത്തിൽ ഇല്ലാത്തതുപോലെ വികാരത്തിന് മുൻതൂക്കം നൽകിയുള്ള പഠിപ്പീര് ഏതെല്ലാം വിധത്തിലുള്ള ആത്മാക്കളാണ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഊതി വീഴ്ത്തലിൻ്റെ ആത്മാവ്, ചിരിയുടെ ആത്മാവ്, അങ്ങനെ അനേകം ആത്മാവിൻ്റെ ബലത്തിനേക്കാൾ ഏറെ വരങ്ങൾക്ക്, അതും ആദായമുള്ള സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടുതൽ ആദായമുള്ള വരങ്ങൾ മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പഠിപ്പീരുകൾ. അതിരുമാറ്റലാണിതെല്ലാം. അല്ലാതെ ഇതെന്താണ്? ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, മുൻപോട്ട് പോയി അതിരുകൾ മാറ്റുന്നതിനേക്കാൾ നാം പിൻപോട്ട് പോയി പഴയ അതിരുകൾക്കുള്ളിൽ തന്നെ ആയിരിക്കേണ്ടതുണ്ട് എന്നത്രേ. ഞാൻ എവിടെല്ലാമാണ് അതിരുകൾ ലംഘിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം അറിയേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ ഉന്നതമാക്കിയിരുന്ന ആ അതിരുകൾ നാം എന്നേ പറിച്ചെറിഞ്ഞിരിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങളുടെ അതിർവരമ്പുകൾ, ആത്മീക സത്യങ്ങളുടെ അതിർവരമ്പുകൾ, ദൈവവചനാടിസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾ എല്ലാം നീക്കിക്കളഞ്ഞിരിക്കുന്നു. നാം ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ കേൾക്കുന്നത് എല്ലാവരും പരിഹാരമെന്ന് തങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറയുന്നതായിട്ടാണ്. അതെപ്പോഴും സാമൂഹ്യപരമോ മനഃശാസ്ത്രപരമായ ഒരു പരിഹാരം മാത്രമാണ്, മറക്കരുത്. ആരും വചനാനുസരണമായ ഒരു പരിഹാരം പറയുന്നത് ഇക്കാലങ്ങളിൽ കേൾക്കാറില്ല. നമ്മുടെ പഴയ അതിരുകൾക്കുള്ളിലേക്ക് നാം കയറേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. വിശുദ്ധിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനവും മാനവുമൊക്കെ വലിച്ചെറിഞ്ഞ നമ്മുടെ പിതാക്കന്മാർ വെച്ച അതിരുകൾ ഇന്നെവിടെ? ഭൗതിക സമൃദ്ധിയേക്കാൾ ഉപരി ആത്മീയ ശുശ്രൂഷകൾക്ക് മുൻതൂക്കം നൽകിയിരുന്ന കാലം എവിടെ പോയി? അനുരഞ്ജന നയത്തേക്കാൾ ഏറെ ആദർശത്തിന് സ്ഥാനം നൽകിയിരുന്ന, ദൈവവചനത്തിൽ ഊന്നി മുൻപോട്ട് പോയിരുന്ന ആ അതിരിനകത്തേക്ക് നാം മടങ്ങി വരേണ്ടതുണ്ട്. മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വന്നപ്പോഴും അറിഞ്ഞ സത്യത്തിൽ നിന്നും മാറാതിരുന്ന നമ്മുടെ അപ്പച്ചന്മാർ, ആത്മീയ ഗുരുക്കന്മാർ, അവരൊക്കെ ഇന്ന് പലർക്കും പുച്ഛമാണ്. അവരുടെ പേര് പറഞ്ഞ് കാര്യം സാധിക്കുവാൻ പലരും മുൻപോട്ട് വരുന്നുണ്ട്. എന്നാൽ ഇന്ന് എല്ലാം കുറുക്കു വഴികളാണ്. അതെ, ഇവിടെ പറയുന്നു അതിര് മാറ്റുന്നത് ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന്. ദൈവം വെച്ച അതിരുകൾ, അതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആ അതിരുകൾ, അത് മാറ്റുവാൻ നമുക്ക് അവകാശമില്ല. ഇനിയും സാമർഥ്യമുള്ള മനുഷ്യനെക്കുറിച്ച് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നതായി നാം കാണുകയാണ്. 29-ാം വാക്യം, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും, നീചന്മാരുടെ മുൻപിൽ അവൻ നിൽക്കയില്ല. ദൈവം പറയുന്നത് താൻ സാമർഥ്യമുള്ള മനുഷ്യന് പ്രതിഫലം നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നത്രേ. നിത്യതയിൽ താൻ അവനെ അഭിനന്ദിക്കുവാൻ പോകുന്നതിനെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നത്രേ. അവിടുന്ന് നമ്മെ അഭിനന്ദിക്കുന്നത് നാം ചെയ്ത ജോലിയുടെ അളവിൻ്റെ വെളിച്ചത്തിലായിരിക്കുകയില്ല, താങ്കൾ എത്ര പേരോട് സാക്ഷിച്ചു എന്നതിലായിരിക്കുകയില്ല കേട്ടോ, എത്ര കഠിനമായി താങ്കൾ വേല ചെയ്തു എന്നതിലല്ല, എത്ര പരസ്യയോഗം നടത്തി എന്നതിലല്ല, എത്ര കൺവെൻഷനിൽ പ്രസംഗിച്ചു എന്നതിലല്ല. പിന്നെയോ
നിങ്ങളെ ഏൽപ്പിച്ച ജോലിയിൽ നിങ്ങൾ എത്രമാത്രം വിശ്വസ്തരായിരുന്നു എന്നതിലായിരിക്കും. അതിനകത്ത് ഇതൊക്കെ വരും. അതാണ് ദൈവം അളക്കുന്ന അളവുകോൽ. ഒരു വീട്ടിലെ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ജോലി ആയിരിക്കും ദൈവം ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ വളർത്തുന്ന ജോലിയായിരിക്കും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മോശയുടെ മാതാവ് ഈ പറഞ്ഞതുപോലെ വിശ്വസ്തയായിരുന്നു. അവളുടെ പേര് തിരുവചനത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതിഫലം വലിയ ജോലിക്കല്ല, വലിയ കഴിവുകൾക്കല്ല, വലിയ വലിയ നേട്ടങ്ങൾക്കല്ല. പ്രതിഫലം ലഭിക്കുന്നത് വിശ്വസ്തതയ്ക്കാണ്. വിശ്വസ്തതയില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, സത്യസന്ധതയില്ലാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ദൈവം അതിന് യാതൊരു വിലയും നൽകുന്നില്ല എന്ന് ബൈബിൾ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്നു. അത് മറക്കരുത്. നമുക്ക് ഈ കാര്യത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സ്വയപരിശോധന ചെയ്യാം. 23-ാം അധ്യായത്തിൽ പ്രവേശിച്ച് 1-2 വാക്യങ്ങൾ കൂടി നോക്കുവാൻ നമുക്ക് സമയമുണ്ട് എന്ന് തോന്നുന്നു. 23-ാം അധ്യായത്തിൽ നാം കാണുന്നത്, നമ്മുടെ ഈ യുവാവ് ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ പോകുവാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നല്ലേ? ഇനിയും ബിരുദദാന ചടങ്ങ് നടത്തണമെന്ന് തോന്നുന്നു. 23-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിൻ്റെ തൊണ്ടയ്ക്കൊരു കത്തി വെച്ചുകൊള്ളുക. അവൻ്റെ സ്വാദ് ഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ. ഈ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല എങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കളെ ആരെങ്കിലും ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ ആർത്തി പിടിച്ച് വലിച്ചു വാരി തിന്നരുതെന്ന്. പ്രത്യേകിച്ചും താങ്കൾ സാധാരണ കഴിക്കാത്ത ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത്. വാസ്തവത്തിൽ ആർത്തി പിടിച്ച് തിന്നുന്നതിലും നല്ലത് നിൻ്റെ തൊണ്ടയ്ക്കൊരു കത്തി വെക്കുന്നതാകുന്നു എന്നാണ് ഇവിടെ ശലോമോൻ പറയുന്നത്. സകല കാര്യത്തിലും സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മാന്യതയും സ്വയനിയന്ത്രണവും ഇവിടെയൊക്കെ ആവശ്യമാണ്. ഒരുത്തൻ്റെ ഭക്ഷണത്തോടുള്ള ആർത്തി അവനെ അളക്കുവാൻ കഴിയുന്ന ഒരൊന്നാന്തരം അളവുകോലാകുന്നു. അനേകം പുതിയ പുതിയ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമായ ഈ കാലത്ത് നമ്മുടെ മുൻപിൽ വിളമ്പുന്നത് എന്താകുന്നു എന്ന് മനസ്സിലാക്കി ഭക്ഷണം കഴിക്കണം. സ്വയം നിയന്ത്രണം ആവശ്യമാകുന്നു എന്ന് ചുരുക്കം. നമ്മുടെ ഈ കാലത്തെ തത്വം, ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയായ വിശപ്പ് കൊണ്ടല്ല, പിന്നെ മനഃശാസ്ത്രപരമായ ഒരു കാര്യം കൊണ്ടാകുന്നു എന്നത്രേ. ചില ആളുകൾ തങ്ങൾ സംഘർഷത്തിലാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. സമ്മർദ്ദം, അത് പിരിമുറുക്കത്തിലായിരിക്കുമ്പോൾ നാം വളരെ സന്തോഷത്തോടെ നമ്മുടെ ഭക്ഷണം ആസ്വദിക്കണം. അല്ലെങ്കിൽ ശരിക്കും പ്രയോജനപ്പെടില്ല എന്നോർക്കണം. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം എന്ന് ചുരുക്കം. 4ഉം 5ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അത് ഇല്ലാതായി പോകുമല്ലോ. കഴുകൻ ആകാശത്തേക്കെന്ന പോലെ അത് ചിറകെടുത്ത് പറന്നു കളയും. എത്ര വാസ്തവം! താങ്കൾ സൂക്ഷ്മതയില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ ഈ കഴുകൻ പറന്നു പോകും. അതായത് ധനത്തെ ഒരിക്കലും ആശ്രയിക്കുവാൻ കഴിയുകയില്ല. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് കൂട്ടിയതിന് ശേഷം ഒടുവിൽ ഉടുതുണിക്കും മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ട അനേകരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നേരിട്ടറിയില്ല എങ്കിലും അങ്ങനെയുള്ളവരെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുവാൻ എന്തോ നേരം വേണമെന്നാണ് ഈ പറയുന്നത്. ഭൗമികമായ നിക്ഷേപങ്ങൾക്ക് പിൻപേ താങ്കളുടെ സമയം കളയരുത് എന്നാണ് ഇവിടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. അത് മഠയത്തരമാകുന്നു. ഇവിടുത്തെ ചിന്ത വാസ്തവത്തിൽ ധനവാനായിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നത് തന്നെയാണ്. ധനവാനാകുവാൻ വേണ്ടി ശ്രമിക്കുന്നതിലും തെറ്റൊന്നുമില്ല. എന്നാൽ അത് ജീവിതത്തിൻ്റെ മുൻഗണനയാകരുത്, ലക്ഷ്യമാക്കരുത്. താങ്കളുടെ ഹൃദയത്തിൻ്റെ ചിന്ത എപ്പോഴും ധനമെന്നുള്ളതാകരുത്. ചില ആളുകൾക്ക് രൂപയെ സർവശക്തനായി കാണുവാനുള്ള അത്യാഗ്രഹമുണ്ട്. നമ്മുടെ രൂപ ഉണ്ടല്ലോ, പൈസ രൂപ അവരുടെ ദൈവമാകുന്നു.
ഒരു ദൈവ പൈതൽ ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ഊണിലും ഉറക്കത്തിലും പണമുണ്ടാക്കണമെന്ന ചിന്ത, പ്രാർത്ഥിക്കുന്നത് പോലും അതിനാണെങ്കിലോ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നതും കൂടുതൽ ധനമുണ്ടാക്കുവാനാണ്. സുവിശേഷകരെന്ന് പറയും 1 കൊടുത്താൽ 100 കിട്ടുമെന്ന്. അപ്പോൾ പിന്നെ കൊടുത്ത് ഭാഗ്യക്കുറി വെക്കുന്നത് പോലെയാണ് പലരും സുവിശേഷ വേലയ്ക്ക് കൊടുക്കുന്നത്. എങ്കിൽ അവസാനം ഈ തെറ്റായ ചിന്തകളിൽ എന്തായിത്തീരും? ഇങ്ങനെ ഒരു ചിന്ത പലർക്കും ഉള്ളതിൻ്റെ അടിസ്ഥാനം അവർ ചിന്തിക്കുന്നത് ഭൗതിക സമൃദ്ധിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ അളവുകോൽ എന്നതുകൊണ്ടാണ്. ധനവാനായ ഒരു മനുഷ്യൻ പറഞ്ഞത്, പണത്തിന് വേണ്ടി ഞാൻ പണമുണ്ടാക്കാറില്ല, പണത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിനാലാണ് ഞാൻ പണമുണ്ടാക്കുന്നത്. ഒന്നാമത് അതിന് എനിക്ക് ചെയ്തു തരുവാൻ കഴിയുന്നതിനായി ഞാൻ അത് ഉണ്ടാക്കി. പിന്നീട് അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നതിനായി ഞാൻ പണമുണ്ടാക്കുന്നു. ഒരു മനുഷ്യൻ ധനവാനായിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ. തെറ്റാകുന്നത് പണത്തിനു വേണ്ടി ഹൃദയത്തിൽ അധികമായ ആഗ്രഹമുണ്ടാകുമ്പോഴാണ്. അതാണ് ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നത്. അതിനെയാണ് ദ്രവ്യാഗ്രഹം എന്ന് വിളിക്കുന്നത്. അതായത് ആധുനിക വിഗ്രഹാരാധനയാണ് ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമല്ലോ എന്ന് പൗലോസ് പറയുന്നു. അനേകം ക്രിസ്തീയ വിശ്വാസികളും സുവിശേഷ വേലക്കാരും ഒരു വിഗ്രഹത്തിന് മുൻപിൽ തലവണങ്ങുന്നു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എന്നാൽ തങ്ങളുടെ ആയുസ് മുഴുവനും സർവശക്തനായ ഈ രൂപായിക്ക് മുൻപിൽ കുമ്പിട്ടിരിക്കുന്ന പ്രകൃതിയാണ്. ദൈവത്തെക്കാൾ ഉപരി, ദൈവവചനത്തെക്കാൾ ഉപരി ധനത്തെ സ്നേഹിക്കുന്നവർ. ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ സമയമില്ല. ഉണ്ടെങ്കിൽ തന്നെ മനസ്സ് മുഴുവൻ ബിസിനസ്സിലാകുന്നു. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അത് ദ്രവ്യാഗ്രഹമാണ്. നാം നമ്മുടെ ബിസിനസ് ഭംഗിയായി ചെയ്യണം, ഒരു തർക്കവുമില്ല. നമ്മുടെ ജോലിയിൽ നാം അതീവ ശ്രദ്ധ ചെലുത്തണം, സംശയമില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, സുഖമായിരിക്കണം എന്നുള്ളത് മാത്രമാകുന്നുവെങ്കിൽ മറ്റെല്ലാം അപ്രധാനമായിരിക്കും. അതത്രേ ഈ സദൃശവാക്യം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു തെറ്റായ പ്രവണതയാകുന്നു, ഒരു തെറ്റായ ദൈവമാകുന്നു എന്ന് തന്നെ ഞാൻ പറയട്ടെ. ആ തെറ്റായ ദൈവം ഏത് നിമിഷവും ഒരു കഴുകൻ കണക്കെ വന്ന് പറന്നു പോകും. ഇന്നിത് പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകില്ല എന്ന സ്ഥിതിയായി കഴിഞ്ഞു. പണത്തിന് വേണ്ടി കൊല്ലും കൊലയും കാലുവാരലും ബന്ധം വേർപെടുത്തലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പണം അസ്ഥിരമാണെന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണ്, ആര് ഗൗനിക്കാനാണ്? പെണ്ണ് കൊണ്ടുവന്ന പണം പോരാ എന്ന് പറഞ്ഞ് ഭാര്യയെ ഉപദ്രവിക്കുന്നു, അയൽപക്കക്കാരുമായി എപ്പോഴും വഴക്കുണ്ടാക്കുന്നു, ബന്ധുക്കളുമായി എപ്പോഴും ബുദ്ധിമുട്ടിലായിത്തീരുന്നു. പണം അനേകർക്കും ദൈവമായിരിക്കുകയാണ്. അവർ ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. പലപ്പോഴും ഇത് കാണുന്നതാണ് തങ്ങൾക്ക് ഇത്രയധികം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മാത്രമാണ് ഇവർക്കുള്ള ഒരേ ഒരു സന്തോഷം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ധനവാനെ പോലെ. അതുകൊണ്ട് തനിക്ക് എന്ത് പ്രയോജനമുണ്ട് എന്നോ, അതുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയുമോ എന്നോ അവർ ചിന്തിക്കാറില്ല. ഓർക്കണം, നമുക്ക് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാത്തതിനെ മുറുകെ പിടിച്ചാൽ ഒരു ദിവസം ആകെ നിരാശിതരാകും. എന്നാൽ ഈ അസ്ഥിരമായതുകൊണ്ട് സൂക്ഷിച്ചു വെക്കുവാൻ കഴിയുന്ന വൻ കാര്യങ്ങളെ നേടുവാൻ നമുക്ക് കഴിയുമെന്ന വസ്തുത മറക്കരുത്. നാം ബുദ്ധിപൂർവ്വം നമ്മുടെ പണം ചെലവഴിക്കണം. അത് വന്നു പോകുന്നതാകുന്നു എന്ന് മനസ്സിലാക്കണം. അത് വന്നാലും പോയാലും താങ്കൾക്ക് ദൈവത്തിലുള്ള ആശ്രയം ആയിരിക്കണം പ്രധാനപ്പെട്ട സംഗതി. അതുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും കുലുങ്ങാതിരിക്കുവാൻ കഴിയും. നമ്മുടെ ആശ്രയം എവിടെയെന്ന് നമുക്കൊന്ന് സ്വയപരിശോധന ചെയ്യാം. എൻ്റെ ആശ്രയം ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതായ ധനത്തിലോ, അതോ ഒരിക്കലും പറന്നു പോകാത്തതായ എപ്പോഴും എന്നോട് കൂടിയിരിക്കുന്നതായ എൻ്റെ ദൈവത്തിലോ? ഊണിലും ഉറക്കത്തിലും എൻ്റെ ചിന്ത എങ്ങനെയെങ്കിലും ധനമുണ്ടാക്കണമെന്നുള്ളതാണോ? അതോ എനിക്കുള്ള വകകൾ കൊണ്ട് എൻ്റെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ളതിലാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഗൗരവമായി ചിന്തിക്കൂ. തീർച്ചയായിട്ടും ദൈവം ശരിയായ പാതകളിൽ നിങ്ങളെ നയിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. ലോകത്തിൽ മറ്റെന്തിനേക്കാളുമേറെ സന്തോഷവും സംതൃപ്തിയും ഉള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിനായി
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ നീ മാറ്റരുത്. സദൃശവാക്യങ്ങൾ 22 അധ്യായം 28 വാക്യം നമ്മെ ഓർമ്മിപ്പിച്ചു. ദൈവവചനത്തിൻ്റെ അതിരുകൾക്കുള്ളിലാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ജീവിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട് എന്ന് യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഇസ്രയേൽ ജനതയോട് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്ന അരുളപ്പാട് ശ്രദ്ധിച്ചാട്ടെ. അതിൻ്റെ 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്കത് കാണുവാൻ സാധിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങളതിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെയാക്കി കാഹളനാദം ശ്രദ്ധിപ്പീനെന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാതികളെ കേൾപ്പീൻ, സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുക. ഭൂമിയെ കേൾക്ക. എൻ്റെ ജനം എൻ്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എൻ്റെ ന്യായപ്രമാണത്തെ നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും. ദൈവവചനം പഴഞ്ചനാണെന്നുള്ള തോന്നൽ പലപ്പോഴും ദൈവജനത്തെ വലിയ അപകടത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അതെ, ആദിയിൽ അഥവാ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി വചനത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. സകലവിധ ദോഷത്തിനും കാരണമായിരിക്കുന്ന വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും പഠിപ്പീരുകളിൽ പ്രധാന വിഷയമായിരുന്നു നമുക്കറിയാം. നിത്യജീവനെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമനുഷ്യൻ അതിനെ വിട്ടോടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.